പരിശുദ്ധ റമദാനായിട്ട് നിങ്ങൾ ഖത്ം ഓതി തുടങ്ങിയോ? തുടങ്ങിയെങ്കിൽ വേഗം നിർത്തിക്കോ. ഇപ്പം നിർത്തിയില്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ നിങ്ങളെ ശപിക്കും. ഉസ്താദ് എന്തൊട്ട് വർത്താനീ പറയണേ? ഞങ്ങൾ ഖത്ത് ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ ഞങ്ങളെ ശപിക്കുമെന്നോ? തീർച്ചയായും ഞാനീ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഖുർആൻ ഓതിയാൽ ഖുർആനിൻ്റെ ശാപമാണ് നമുക്ക് കിട്ടുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മാത്രമല്ല, നമുക്ക് ഖത്ം ഓതുന്നതിൻ്റെ പരിപൂർണ മഹത്വം ലഭിക്കാനായി 5 കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാനുണ്ട്. 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പിയല്ലേ? എപ്പോഴും ഹാപ്പി ആയിരിക്കണം കേട്ടോ. എപ്പോഴും ഹംദിലൂടെ ഹാപ്പിനെസ് ആസ്വദിക്കാൻ, നല്ല പോസിറ്റീവ് വൈബ് ആസ്വദിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ നമ്മുടെ ദുആയൊക്കെ ചൊല്ലിക്കേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. പടച്ചോൻ്റെ കാരുണ്യം അവനിൽ നിന്ന് ധാരാളം ചോദിക്കേണ്ട നിമിഷമാണ് അല്ലേ? നമ്മൾ നോമ്പ് പിടിച്ചിട്ട് ക്ഷീണമുണ്ടോ? നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ? 1-2 ദിവസമായിട്ട് ഇപ്പോൾ എറണാകുളം ഭാഗത്തൊക്കെ ചെറിയ മഴയുണ്ട്. മിനിയാന്ന് നല്ല മഴ പെയ്തിരുന്നു. ഇന്നലെ മഴക്കാറൊക്കെ ആയിട്ട് നല്ല ചൂടും കൂടെ ആയിരുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ്? മഴയുണ്ടോ? നല്ല ചൂടുള്ള സമയത്ത് ഇടങ്ങേറായി നിങ്ങളുടെ മനസ്സിൽ പറയുന്നുണ്ടോ? എൻ്റെ കുട്ടികളങ്ങനെ പറയാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ എല്ലാ ഞായറാഴ്ചയിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള, അവനോടുള്ള മഹബത്തിനെക്കുറിച്ച് പഠിക്കാൻ, ഈ നോമ്പ് എൻ്റെ റബ്ബിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയുമ്പോൾ എത്ര വിയർത്താലും, എത്ര വിയർത്ത് കുളിച്ചാലും, എത്ര ചൂടെടുത്താലും ഞാൻ സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാ. അങ്ങനെ നോമ്പ് പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പുണ്യ റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണോ? അത് ഖുർആൻ ഇറങ്ങിയതാണ്. ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ റമദാൻ ഒരു പ്രത്യേകതയില്ല. റമദാൻ എന്ത് പ്രത്യേകതയുള്ളത്? ഖുർആൻ ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ ചേർത്ത് പിടിക്കേണ്ട മാസം, ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടേണ്ട മാസം, ഖുർആനിനെ വല്ലാതെ നെഞ്ചിലേക്ക് എടുത്തു വെക്കേണ്ട മാസം. ഖത്ം ഓതി തുടങ്ങിയോ നിങ്ങൾ? ഖത്തം അല്ല. കുറേ ആൾ പറയും ഖത്തം ഓതിയോടി ഉള്ളേ. ഖത്തമല്ല, ഖത്തുമാണ്. ഖത്തും അല്ലേ? ഇനിയിപ്പോൾ നമ്മുടെ നാടൻ ഭാഷയിൽ പലതും മാറിയിട്ടുണ്ട് അല്ലേ? ബറാഅത്ത് നമ്മൾ ബ്രാത്താക്കി, തറാവീഹ് നമ്മൾ ത്രാവിയാക്കി. ഞങ്ങളുടെ കൂടെ ത്രാവിയാന്ന് പറയാം വല്യമ്മമാരൊക്കെ. ത്രാവിയൊക്കെ പോണില്ലേ? ബ്രാത്ത് വരാറായി എന്ന് അല്ലേ? ബറാഅത്തും തറാവീഹും അതുപോലെ തന്നെ ഖത്മുൽ ഖുർആനാണ്. ഖുർആൻ ഖത്മ് നിങ്ങൾ ഓതി തുടങ്ങിയോ? ഓതി തുടങ്ങിയത് ഞാൻ ഈ പറയുന്ന സംഗതി ഇല്ലാതെയാണെങ്കിൽ ഖുർആൻ ശപിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റുബ്ബ ഖാരിഇൻ, എന്തോരം ഖുർആൻ ഒത്തുകാരെയാണ് ഖുർആൻ ഇങ്ങനെ ശപിക്കുന്നത്. എന്തോരം ഖുർആൻ ഒത്തുകാരെയാണ് ഖുർആൻ ശപിക്കുന്നത്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നരകത്തിലേക്ക് ആദ്യം വലിച്ചെറിയുന്നത് ആരെയാ? ഖുർആൻ മനഃപ്പാടമാക്കിയ, ഖുർആൻ ഓതുന്ന ഹാഫിളുകളെയും ഖുർആൻ ഓത്തുകാരെയുമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പിടികിട്ടിയോ? നാളെ നരകത്തിലേക്ക് ആദ്യം വലിച്ചെറിയണത് ഹാഫിളിങ്ങളെയാണ്. എൻ്റെ പിള്ളേനെ ഹാഫിളാക്കണം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കും അല്ലേ? എന്നാൽ ഹബീബായ തങ്ങൾ പറയണ നരകത്തിലേക്ക് ആദ്യം വലിച്ചെറിയണത് ഖുർആൻ ഹാഫിളിങ്ങളെയാണ്, ഖുർആൻ ഓത്തുകാരെയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെയാണ് ഉസ്താദ് ഈ പറയണത്? എന്തേ അങ്ങനെ വലിച്ചെറിയാനുള്ള കാരണം? ഖുർആൻ വെറും കാണാതെ പഠിച്ച് ജീവിതത്തിൽ ഖുർആൻ ഇല്ലാതെ പോയി. എനിക്ക് ഖുർആനൊക്കെ ഓതാനറിയാം, ഖുർആനിൻ്റെ അർത്ഥമൊക്കെ അറിയാം. എന്നിട്ട് എന്തിനാ അർത്ഥം അറിഞ്ഞിട്ട്? എന്തിനാ ഓതാൻ അറിഞ്ഞിട്ട്? ആ ഖുർആൻ നിങ്ങളുടെ കൽബിലുണ്ടോ? ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ആയിഷാ ബീവി പറഞ്ഞ എന്താ? ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം തന്നെ ഖുർആനായിരുന്നു. അപ്പോൾ നമ്മൾ ഖത്ം ഓതാൻ നിൽക്കുന്ന സമയത്ത് ഏറ്റവും മർമ്മപ്രധാനമായി ഒരു സംഗതി വേണം. എന്താണത്?
ഇതെൻ്റെ നാഥൻ്റെ കലാമാണ് എന്നുള്ളൊരു ആദരവ്, അതെങ്കിലും മിനിമം വേണം ഇല്ലേ? ഖുർആൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിയാണോ? ഞാൻ സൃഷ്ടിയാണ്, എന്നെ കേൾക്കുന്ന നിങ്ങളും പടപ്പുകളാണ്. ഖുർആൻ പടപ്പാണോ? അല്ലല്ലോ. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹിൻ്റെ സിഫത്താണ്. ആ ഖുർആൻ എടുക്കുമ്പോൾ പോലും സൂക്ഷിക്കണം. ആ ഖുർആനിനോട് അത്രത്തോളം ആദരവ്, ഒരു പ്രണയത്തിൻ്റെ മനസ്സോടുകൂടെ ഖുർആൻ ഓതണം. ഇതെൻ്റെ നാഥൻ്റെ കലാം ഇല്ലേ? എൻ്റെ ഉമ്മയേക്കാൾ 70 ഉമ്മമാരൊന്നിച്ചു ചേർന്നാൽ അതിനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാൻ്റെ കലാമാണിത്. ആ കലാമ് ഞാൻ ഓതുമ്പോൾ വല്ലാത്തൊരു വൈകാരികത ഫീൽ ചെയ്യണം. ഖുർആനുമായി ആത്മബന്ധമില്ലാതെ വെറുതെ ഓതിപ്പോകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ആ ഖുർആൻ ശപിക്കുന്ന ആളുകളായിട്ട് മാറും. അപ്പോൾ ഏതായാലും നമ്മൾ ഓതി തുടങ്ങിയവരാണെങ്കിൽ ഇനിയും നമുക്ക് ഒന്നൊന്ന് റിസ്റ്റാർട്ട് ചെയ്യാമല്ലോ. ആ ഓതി തുടങ്ങിയ ഭാഗത്തു നിന്ന് തന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി അല്ലേ? അങ്ങനെ തന്നെ പോയിക്കോ. ഒരു ചിന്ത മനസ്സിലുണ്ടാകണം. ഇതെൻ്റെ നാഥൻ്റെ കലാമാണ്, എൻ്റെ റബ്ബിൻ്റെ കലാമാണ് ഞാൻ ഈ ഓതുന്നത്. അതൊരു വല്ലാത്ത വൈകാരികത, വല്ലാത്തൊരു പ്രണയം നിറഞ്ഞു നിൽക്കുന്ന മനസ്സോടുകൂടെ ഓതണം. വെറുതെ എങ്ങനെ അങ്ങോട്ട് കുറേ ഓതി തീർക്കണം എന്നതിലുപരി എൻ്റെ നാഥൻ്റെ സംസാരം, എൻ്റെ നാഥൻ എന്നോട് സംസാരിക്കാൻ, എൻ്റെ റബ്ബ് എന്നോട് വർത്താനം പറയാൻ. എൻ്റെ റബ്ബ് വർത്താനം പറയുമ്പോൾ ഞാൻ എത്രത്തോളം കൊതിയോടുകൂടെ അത് വായിക്കണം, എത്രത്തോളം കൊതിയോടുകൂടെ ഓതണം. അൽഹംദുലില്ലാഹ്. അള്ളാഹു അങ്ങനെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. ഖുർആൻ എങ്ങാനും ഒരു മലയുടെ മുകളിലാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ആ മല മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് ധൂളിയായി പോയേനെ. ആ ഖുർആനിനെ അല്ലാഹ് ഇറക്കിയത് അഷ്റഫുൽ ഖൽക്കിൻ്റെ ഹൃദയത്തിലേക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ മലയേക്കാൾ ഈമാനുള്ള ഖൽബുകളായി നമ്മൾ മാറണം. എങ്ങനെ അത് സാധ്യമാകാം? അള്ളാഹിനോടുള്ള പ്രണയം കൊണ്ടാണ് ഇല്ലേ? നമ്മളെ ബോറടിപ്പിക്കുന്ന പാട്ട് തന്നെ ഇല്ലേ? അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ, അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. അള്ളാഹിനോടുള്ള പ്രണയം ഉണ്ടെങ്കിലാണ് ഇതുപോലെയൊക്കെ ഖുർആനുമായി ബന്ധപ്പെടാൻ പറ്റുള്ളൂ. ഏതായാലും നമ്മൾ ഓതേണ്ടത് അള്ളാഹ്ക്ക് വേണ്ടി ഓതണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെയൊക്കെ പേരിൽ ഖത്തം ഓതുന്ന ആളുകൾ അവർക്ക് വേണ്ടി മനസ്സിൽ നിയ്യത്താക്കാൻ ശ്രമിക്കണം. ശേഷം അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. പടച്ചോനെ, ഞങ്ങൾ ഓതിയതിൻ്റെ മിസ്ല് സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിടങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ എന്ന് ഹദിയ കൂടെ ചെയ്യാൻ മറക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇരിക്കട്ടെ, 5 ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഖത്മുൽ ഖുർആൻ ഓതിയതിൻ്റെ പരിപൂർണ പ്രതിഫലം നമുക്ക് കിട്ടൂല. അപ്പോൾ പരിപൂർണ പ്രതിഫലം ഖത്മിന് കിട്ടാനായിട്ട് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ എന്താണ്? അതായത് ഒന്ന്, നമ്മൾ ഖത്മ് ഓതി പൂർത്തിയാക്കുന്ന സമയം ഒന്നുകിൽ സുബ്ഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമോ ആയിരിക്കുക എന്നത് സുന്നത്താണെന്ന് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. മനസ്സിലായി? അതായത് ഇപ്പോൾ നമ്മൾ ഓതി തീരാറായി, ലാസ്റ്റിന് ബാക്കി ഫലക്ക് നാസമുള്ളൂ. ആ ശരി, സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കണതിന് മുമ്പ്, അല്ല മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട്. മനസ്സിലായോ? ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ കൊണ്ടുപോയി നിർത്തലാണ് ഏറ്റവും നല്ലത്. അതാണ് സുന്നത്ത്, അതാണ് പ്രതിഫലാർഹമെന്ന്, പരിപൂർണ കൂലിക്ക് അതാണ് നല്ലത് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിപൂർണ പ്രതിഫലത്തിന് ഈ ഖത്മ് ഓതി തീർക്കുന്ന ദിവസം നോമ്പുകാരായിരിക്കുക എന്നൊരു സുന്നത്ത് കൂടെ ഉണ്ട്. റമദാൻ മാസത്തിലപ്പോൾ നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, റമദാനിൽ എന്തായാലും നോമ്പായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? റമദാനിൽ മാത്രമല്ല ഖത്മ് ഓതേണ്ടത്, റമദാൻ കഴിഞ്ഞാലും അല്ലേ? നമ്മൾ റമദാനിൽ ഖുർആൻ എടുത്ത് ഓതും, പിന്നെ റമദാൻ കഴിഞ്ഞാൽ പൂട്ടി വെക്കും, പിന്നെ അടുത്ത റമദാൻ വന്നം. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് റമദാൻ കിട്ടിയിട്ടില്ല കേട്ടോ. അതായത് റമദാനിൽ നമ്മൾ എങ്ങനെയാണോ അതുപോലെ അടുത്ത മാസവും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയാൽ ഉറപ്പിക്കാം റമദാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ റമദാൻ കഴിഞ്ഞ ഉടനെ നമ്മൾ ഖുർആൻ എടുത്ത് മേലെ കയറ്റി വെച്ച് പിന്നെ തൊട്ടിട്ടില്ലെങ്കിൽ റമദാൻ നമുക്ക് കിട്ടിയിട്ടില്ല, റമദാൻ എതിരാകുന്നവരിൽ പെട്ടുപോകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ റമദാൻ അല്ലാത്ത സമയത്താണെങ്കിലും ഖത്മ് ഓതി തീർക്കുന്ന ദിവസം നോമ്പുകാരായിരിക്കൽ പ്രത്യേകം സുന്നത്താണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്താ? ഈ ഖത്മ് ദുആ ചെയ്യുന്ന മജ്ലിസിൽ അല്ലെങ്കിൽ ഖത്മിൻ്റെ മജ്ലിസിൽ നമ്മളുണ്ടായിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. മനസ്സിലായോ? നമ്മൾ ആരെങ്കിലുമൊക്കെ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ട് നമ്മൾ ആ മജ്ലിസിൽ ഉണ്ടാകാതിരിക്കലല്ല. മനസ്സിലായോ? നമ്മൾ ആ മജ്ലിസിലുണ്ടാവുക. ഇപ്പോൾ ഖത്മ് ദ്വാരക്കുന്ന സമയത്തൊരു സദസ്സ് സംഘടിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ്. സദസ്സ് എന്ന് പറഞ്ഞാൽ നാട്ടുകാരെയൊക്കെ വിളിച്ച് നടത്തണം എന്നൊന്നുമല്ല. ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഉമ്മയുണ്ട്, വാപ്പുണ്ട്, ഇവരൊക്കെ കൂടെ ഒരുമിച്ചിരുത്തിയിട്ട് ഒരാൾ ദ്വാരക്കുക ഇല്ലേ? എന്ത് സന്തോഷമായിരിക്കും. ഇനി ഭാര്യയാണ് ഖത്മ് തീർക്കുന്നതെങ്കിൽ ഭർത്താവും മക്കളെയൊക്കെ ഒരുമിച്ചിരുത്തി ദ്വാരപ്പിക്കുക.
മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ദ്വാരക്കൽ, ആ സദസ്സിൽ നിങ്ങളുണ്ടായിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഖത്തമ് തീർത്ത് കഴിഞ്ഞാൽ കുടുംബക്കാരെ, മക്കളെ, ഭാര്യയെ ഒക്കെ വിളിച്ച് വളരെ മനോഹരമായൊരു മജ്ലിസ് സംഘടിപ്പിക്കുമായിരുന്നു അത്രേ. അപ്പോൾ ആ സുന്നത്ത് ഇതിൻ്റെ പരിപൂർണ്ണ പ്രതിഫലത്തിന് നിദാനാണ്. ഇനി നാലാമത്തെ എന്താണ്? ഖത്തമ് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ദ്വാരക്കാം. നിങ്ങൾ ദ്വാരക്കൽ പ്രത്യേകം സുന്നത്താണ്. ഒരാൾ ദുആ ചെയ്യാൻ ഏൽപ്പിക്കാം. നമുക്ക് വലിയ പണ്ഡിതന്മാരെ, സയ്യിദന്മാരെയൊക്കെ ഏൽപ്പിച്ചാൽ അവരുടെ ദുആയിന് ഉത്തരം ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് ഏൽപ്പിക്കുകയാണെങ്കിൽ പോലും അതിനു മുൻപ് നിങ്ങൾ ദ്വാരന്നിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഖത്തമ് തീർന്ന ഉടനെ നിങ്ങളൊരു ദുആ ചെയ്യാം. നിങ്ങൾ ദുആ ചെയ്യാം. അതിപ്പോൾ മലയാളത്തിലാണെങ്കിലും അറബിയിലാണെങ്കിലും നിങ്ങൾക്കറിയുന്ന ഏത് ഭാഷയിലും നിങ്ങൾക്ക് ദ്വാരക്കാം. വേണ്ട, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. നിങ്ങൾ ഖുർആൻ ഖത്തം ഓതി തീർത്തിട്ട് ഉടൻ തന്നെ ദുആ ചെയ്താൽ 4000 മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ആമീൻ പറയും. മക്കളെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ച് നോക്കിയേ. ഖത്തം ഓതി നിങ്ങൾ ഉടനെ ദ്വാരക്കാൻ. അപ്പോൾ ആ 4000 മലക്കുകളാണ് നിങ്ങളുടെ ദ്വായിന് ആമീൻ പറയുക. 4000 മലക്കുകളുടെ ആമീൻ കിട്ടിയാൽ അതിൻ്റെ മഹത്വം എത്രയാണ്? ഇനി ചില മഹാന്മാരൊക്കെ പറഞ്ഞു, അത് ഖത്തമ് തീർത്താൽ മാത്രമല്ല, ഖുർആൻ ഡെയിലി ഓതി തീർത്ത ഉടൻ തന്നെ നിങ്ങൾ ദ്വാരുന്നാൽ 4000 മലക്കുകൾ ആമീൻ പറയും. അപ്പോൾ നമ്മൾ ഈ ഖത്തമിൻ്റെ ഭാഗമായിട്ട് ഡെയിലി ഖുർആൻ ഓതുമല്ലോ. ഒരു ജുസ് ഡെയിലി ഓതിയാൽ ആ ഒരു ജുസ് തീരുമ്പോഴേക്ക് അത് ഖത്തമാക്കിയിട്ട് എന്ത് ചെയ്യുക? ദ്വാരക്ക. 4000 മലക്കുകൾ ഡെയിലി നമുക്ക് വേണ്ടി ആമീൻ പറഞ്ഞാൽ സുബ്ഹാനക യാ റബ്ബ്, നമ്മുടെ ലൈഫ് ചേഞ്ച് ആവൂലേ? നമുക്ക് സമാധാനം കിട്ടൂലേ? അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ആരെ വേണമെങ്കിലും ഖത്തം ഏൽപ്പിക്കാം. പക്ഷേ അതിനൊക്കെ മുൻപ് നമ്മൾ ദ്വാരന്നിരിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ തന്നെ ദ്വാരന്നാൽ മതി. ഇനി വേറെ ആരെങ്കിലും ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയേറെയാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. ഉത്തരം കിട്ടാൻ സാധ്യതയേറെയെന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ എന്നല്ല, അത് വളരെ നല്ലതുമാണ്. പക്ഷേ ആദ്യം നമ്മൾ ദ്വാരന്നിരിക്കണം. അഞ്ചാമത്തേത്, ഒരു ഖത്തമ് തീർന്നാൽ ദുആ ചെയ്യുന്നതിന് മുൻപ് അടുത്ത ഖത്തമ് തുടങ്ങി വെക്കൽ പ്രത്യേകം സുന്നത്താണ്. അതായത് ഇപ്പോൾ 30-ാം ജുസ് ഓതി തീർത്തു, സൂറത്തു നാസ് എത്തി, ഓതി തീർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ദ്വാരക്കാതെ നാസ് തീർത്തിട്ട് പിന്നെന്ത് ചെയ്യുക? വീണ്ടും ഫാത്തിഹ തുടങ്ങി വെച്ച് ബക്കറയിൽ നൽപ്പ് ഓതിയിട്ട് അവിടെ നിർത്തി ദുആ ചെയ്യുക. എന്തിനത്? ഖുർആനുമായിട്ട് ഞാൻ ബന്ധം മുറിച്ചിട്ടില്ല, അടുത്ത ഖത്തമിതേ പുറകേ വരുന്നുണ്ട്. ആ ഒരു ബോധ്യം നമ്മുടെ കൽബിൽ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ വളരെ കൃത്യതയോടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഖത്തമിൻ്റെ പരിപൂർണ്ണ പ്രതിഫലം നമുക്ക് ലഭിക്കും. അങ്ങനെ റമദാനിൽ ഖത്തം ഓതിയ കൂലി പരിപൂർണ്ണമായി ലഭിക്കുന്ന മുത്തഖീങ്ങളാകാൻ നമുക്ക് പറ്റും. പ്രത്യേകിച്ച് റമദാനിൽ നമ്മൾ ഓതുമ്പോൾ ഒരു നിയ്യത്ത് കൂടെ നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്താ? അത് റമദാനിൻ്റെ പുണ്യം ലഭിക്കാനും കൂടെ ആയിട്ടാണ് ഞാൻ ഈ ഖത്തം ഓതണേ എന്നാണ്. മനസ്സിലായോ? നമ്മൾ റമദാനിൽ ഓതുന്നു, പക്ഷേ നെയ്യത്തൊന്നുമില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നിയ്യത്തുണ്ടെങ്കിലേ സ്വീകരിക്കുള്ളൂ. ഏത് കർമ്മം സ്വീകരിക്കണമെങ്കിലും നിയ്യത്ത് വേണം. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ നോമ്പിന് നിയ്യത്ത് വെക്കുന്നു. വേണ്ടോ, രാവിലെ കുളിക്കുകയാണെങ്കിൽ നിയ്യത്ത് വെച്ചാൽ സുന്നത്തിൻ്റെ കൂലി കിട്ടും. സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് പോലും കൂലിയാണ്. എന്നാൽ നിയ്യത്തില്ലെങ്കിലോ പ്രതിഫലമില്ലാത്ത വെറും കർമ്മങ്ങളായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാം നിയ്യത്തിൽ ഭംഗിയായി നടക്കട്ടെ. അപ്പോൾ ഒരു സംശയം, ഉസ്താദേ മൊബൈലിൽ നോക്കി ഖത്തം ഓതാൻ പറ്റുമോ? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും നല്ലത് മുസ്ഹഫ് നോക്കി ഓതലാണ്. നമ്മളെപ്പോഴും മുസ്ഹഫ് നോക്കി ഓതണം. അതിന് ഭയങ്കര മഹത്വമുണ്ട്. ഇനി നമ്മൾ ഒരു തിരക്കിൽ പെട്ടുപോയി എവിടെയെങ്കിലൊക്കെ യാത്രയിലാണ്, മുസ്ഹഫ് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, അല്ലെങ്കിൽ വുളു എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, എന്നാൽ ഖത്തം ഓതുകയും വേണം. ആ ഘട്ടത്തിൽ നമുക്ക് മൊബൈലിൽ നോക്കി ഓതുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ല പരിപൂർണ്ണ കൂലി കിട്ടുന്നത് എങ്ങനെയാണ്? വുളുവോടുകൂടെ മുസ്ഹഫ് എടുത്ത് ഓതുമ്പോഴാണ്. മുസ്ഹഫ് എടുക്കാൻ വുളു വേണം, പക്ഷേ മൊബൈലിലെ ഖുർആൻ ഓതാൻ വുളു വേണ്ട. ആ വുളു വേണ്ടാന്നുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ആൾക്കാർ അങ്ങനെ ചെയ്യും. പോരോടോ, അങ്ങനെ പോരാ. ആ ഖുർആനിൻ്റെ ബറക്കത്ത് കിട്ടണമെങ്കിൽ മുസ്ഹഫ് തന്നെ നോക്കി ഓതേണ്ടതുണ്ട്. പിന്നെ വല്ല അത്യാവശ്യത്തിലൊക്കെ പെട്ടുപോകുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ടും വിരോധമില്ല. അപ്പോൾ മക്കളെയൊക്കെ നമ്മൾ ഈ തിക്കും തിരക്കിൻ്റെയൊക്കെ ഇടയിൽ അങ്ങനെയൊക്കെ ഓതേണ്ടി വരും ചിലപ്പോൾ കേട്ടോ. എന്നാലും ആ സൂക്ഷ്മത പാലിച്ച് ഓതണമെന്ന് പറയാണ്. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഖുർആനിനോടുള്ള അദബാണ്. ഖുർആൻ എടുത്ത് വെക്കുന്നതും ഖുർആൻ പിടിക്കുന്നതും. ചില ആൾക്കാരിങ്ങനെ കയ്യിലൊക്കെ തൂക്കിയിട്ട് നടക്കണതാണ്. അരക്ക് കീപ്പോട്ട് ഖുർആൻ പോകരുത്. നെഞ്ചിന്മേലെ ഉയർന്നിങ്ങനെ നിൽക്കണം. ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ഈ ഉമിനീര് തൊട്ട് ഖുർആൻ്റെ പേജ് മറിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. വലിയ അതബുകേടാണ്. അള്ളാഹുവിൻ്റെ ശാപത്തിനൊക്കെ കാരണം. അള്ളാഹിൻ്റെ കലാമല്ലേ, അതിനെ അത്രമേൽ ബഹുമാനിക്കണം. ബിസ്മി ചൊല്ലി ഖുർആൻ ഓതണം. ഓതിക്കഴിഞ്ഞാലുടനെ ദുആ ചെയ്യണം. അങ്ങനെ ഖുർആൻ ഖത്മ് വളരെ മനോഹരമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഖത്ത് ഓതണില്ലേ? നമുക്ക് ഇൻഷാ അല്ലാഹ് 27-ാം രാവിന് 1000കണക്കിന് ഖത്മ് ഹദിയ ചെയ്യാനുണ്ട്. മുത്തഹബീബിലേക്ക്, നമ്മിൽ നിന്ന് മരണപ്പെട്ടവരിലേക്കൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ നല്ല വിശാലമായ മജ്ലിസ് സംഘടിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ പല കുട്ടികളും എക്സാം എഴുതാൻ പോവാണ് ഇല്ലേ? എക്സാം എഴുതാൻ പോകുമ്പോൾ ഇപ്പോൾ മോഡൽ എക്സാമൊക്കെ നടക്കുന്ന പീരീഡാണ്. അപ്പോൾ ആ സമയത്ത് എപ്പോഴും നമ്മൾ ഉണർത്തുന്നത് പോലെ അലം നശ്റഹ് സൂറത്ത് അല്പം വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുക. അതുപോലെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ നെഞ്ചിലേക്ക് അലം നശ്റഹ് സൂറത്ത് ഓതി കൊടുക്കുക, അവർക്ക് മന്ത്രിച്ചു കൊടുക്കുക. വലിയ കുട്ടികളാണെങ്കിൽ അലം നശ്റഹ് സൂറത്ത് ഓതാൻ പറയുക, എന്നിട്ട് കൈകളിൽ മന്ത്രിച്ച് നെഞ്ചിൽ തടവി കൊടുക്കാൻ പറയുക, അല്ലെങ്കിൽ നെഞ്ചിലേക്ക് മന്ത്രിക്കാൻ പറയുക. അലം നശ്റഹ് സൂറത്ത് ധാരാളം ഓതാൻ കുഞ്ഞുങ്ങളോട് എപ്പോഴും നമ്മൾ പറയണം കേട്ടോ. പിന്നെ
നമ്മുടെ കുട്ടികൾ എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്വതക്ക ചെയ്തിട്ട് പോയാൽ അള്ളാൻ്റെ പ്രത്യേക കാരുണ്യം ഉണ്ടാവും. റമദാനിൽ ഓരോ ദിവസവും നമ്മുടെ ഈ റിലീഫ് പദ്ധതിയുടെ കാര്യം ഞാൻ പറയുന്നില്ലേ, രണ്ട് പാവപ്പെട്ട കുടുംബങ്ങളെ നമ്മൾ ഏറ്റെടുത്തതല്ലേ, ഒരുപാട് ആളുകൾ ഹദിയ ചെയ്യുന്നുണ്ട്. അള്ളാഹു അത് കൈവിടൂലല്ലോ, അള്ളാഹ് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അള്ളാഹു അങ്ങനെ നന്മകളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, മഹദിയായ സയ്യിദത്തുന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേരെന്താണ്? അത് ഹുവൈലിദ് എന്നാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. 30,000 രൂപ, 30,000 അല്ല, 33,333 രൂപ അല്ലേ, ഒക്കെ 3 ആയതുകൊണ്ട് കിട്ടണില്ല. അപ്പോൾ ആ തുക ലഭിക്കുന്ന, സമ്മാനമായി ലഭിക്കുന്ന അടുത്ത ചോദ്യം എന്താണ്? ഇന്നത്തെ ചോദ്യം, ഖദീജ ബീവിക്ക് മുത്തുനബിയിൽ ജനിച്ചത് എത്ര ആൺകുട്ടികളാണ്? ഖദീജ ബീവിക്ക് മുത്തുനബിയിൽ എത്ര ആൺകുട്ടികൾ ജനിച്ചു? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പിന്നെ മജ്ലിസ് മറക്കുന്നുണ്ട് നിങ്ങൾ കേട്ടോ. കൃത്യം 5:30 മണിക്കാണ് നമ്മുടെ സദസ്സ്. എല്ലാവരും തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് സദസ്സിൽ പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. റഹമുർ-റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. ഈ റഹ്മത്തിൻ്റെ പത്തിൽ നിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഒരുപാട് സങ്കടങ്ങളുണ്ട്, എല്ലാ സങ്കടങ്ങളും നീക്കണേ അല്ലാ. മുറാദുകൾ ഒരുപാടുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ പടച്ചവനെ ഒരുപാട് മുറാദുകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ്. എല്ലാം നീ സാക്ഷാത്കരിക്കണേ അല്ലാ. പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഉമ്മക്ക് അസുഖമാണ്, ഉപ്പയ്ക്ക് അസുഖമാണ്, പലർക്കും സ്വയമേവ അസുഖബാധിതരാണ്. എല്ലാവർക്കും ശിഫ നൽകണേ അല്ല. പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഹോസ്പിറ്റലിൽ ഹെഡ് സർജറിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ നീ പരിപൂർണ്ണ ശിഫ നൽകണേ അല്ല. അങ്ങനെ ആരെല്ലാം അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ എല്ലാവർക്കും നീ കാമിലായ ശിഫ നൽകണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ല. പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ല. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ല. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെയെല്ലാം ഖബറിടം വെളിച്ചമാക്കണേ അല്ല. ഉമ്മയും ഉപ്പയും ഒക്കെ മരിച്ചുപോയവരുണ്ട്. അവരുടെ ഖബറിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും ദൂരീകരിക്കണേ അല്ല. ഞങ്ങൾ ഓതുന്ന ഖത്മുകൾ നിൻ്റെ കാരുണ്യം കൊണ്ട് ന്യൂനതകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണേ അല്ലാ. നീ തട്ടിക്കളഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ആരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. സ്വർഗീയ ലോകത്ത് ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലായി റയ്യാൻ എന്ന കവാടത്തിലൂടെ നടന്നു ചെല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. നിൻ്റെ കാരുണ്യം കൊണ്ട് തൗഫീക്ക് നൽകണേ അല്ലാ. റമളാൻ അനുകൂലമാകുന്നവരിൽ പെടുത്തണേ അല്ലാ. റമളാൻ എതിരാകുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. ഖുർആൻ എതിരാകുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. ഈ റിലീഫ് പദ്ധതിയിലേക്ക് പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഹദിയകൾ ചെയ്യുന്നവരുണ്ട്. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. കബൂൽ ചെയ്യണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.